സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. തിരുവല്ലോമലയിൽ തെരുവ് കാളകളുടെ പോര് പതിവാകുന്നു. പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിൽ ജനരോഷം ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഓട്ടോ സ്റ്റാൻഡിന് സമീപം അരമണിക്കൂറോളം കാളകൾ ഏറ്റുമുട്ടിയത് വലിയ ഭീതി പരത്തി. തിരുവല്ലോമല ടൗണിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി തെരുവ് കാളകളുടെ പോര് പതിവാകുന്നു. തിങ്കളാഴ്ച SM ഓട്ടോ സ്റ്റാൻഡിന് സമീപം അരമണിക്കൂറിലേറെയാണ് കാളക്കൂറ്റമാർ നടുറോഡിൽ ഏറ്റുമുട്ടിയത്. ഇതോടെ തൃശൂർ തിരുവല്ലോമല പ്രധാന പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നാട്ടുകാർ വെള്ളമൊഴിച്ചും ശബ്ദമുണ്ടാക്കിയും ഇവയെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 50ലധികം കാളകളാണ് ടൗണിൽ അലഞ്ഞു തിരിയുന്നത്. ഇവ കടകളിലെ പച്ചക്കറികൾ തിന്നുന്നതും വാഹനങ്ങളിലെ സാധനങ്ങൾ നശിപ്പിക്കുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. കാളകളെ പിടിച്ചുകെട്ടുമെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദിന്റെ ഉറപ്പ് പാഴ്വാക്കായെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നമ്മുടെ ഇന്നലെ വൈകുന്നേരത്തെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മോഡികൾ കൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നടക്കുന്ന കാളുകളെയും പശുക്കളെയൊക്കെ ഞങ്ങൾ പിടിച്ചു കെട്ടും, അതിൻ്റെ ഉടമസ്ഥന്മാർ കൊണ്ടുപോയില്ലെങ്കിൽ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത്രയും കാലമായിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ട് ഇന്നലെ വൈകുന്നേരത്ത് അരമണിക്കൂറോളം ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു. ഞാൻ തന്നെ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ കുട്ടികളും ഞാനും വായും കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഒരു സെക്കൻഡ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വണ്ടി എടുത്ത് മാറുന്നു. അതേപോലെ തന്നെ വണ്ടി നമ്മൾ വല്ല ബാഗോ പഴയ സാധനങ്ങളൊക്കെ വെച്ചാൽ മൂല്യം പഠിച്ച് പലവർക്കും നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇതിലൊരു സർവകക്ഷി യോഗം വിളിച്ച് ഒരു തീരുമാനം ആയില്ലെങ്കിൽ ഞങ്ങൾ ഡ്രൈവർമാർ പഞ്ചായത്തിന് മുന്നിലേക്ക് പഞ്ചായത്ത് മുന്നിൽ സമരം ചെയ്യും. അടിയന്തര പ്രധാനം എടുത്ത് ഇതിനൊരു തീരുമാനം പഞ്ചായത്ത് എടുക്കാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ക്ഷേത്രത്തിന്റേതെന്ന പേരിൽ അലയുന്ന ഈ കാളകളുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി പേർക്ക് കാളകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനെതിരെ വിജയൻ, അബ്ദുള്ള, ഉണ്ണി തുടങ്ങിയ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. ഇന്നലെ റോഡിൽ രണ്ട് കുത്തിമറിയുന്ന സമയത്ത് 2 വീലർ, ഓട്ടോറിക്ഷ, ആൾക്കാർക്ക് ആർക്കും പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഈ കാളകൾ കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന പലവരും ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് പോയി. ആ വേസ്റ്റ് തിന്നാൻ വേണ്ടി കാളകളും മൂരികളും ഒക്കെ വരുന്നുണ്ട്. ഇത് തമ്മിൽ കുത്തുകൂടുമ്പോൾ നടക്കാൻ പറ്റില്ല, ആർക്കും 2 വീലറിൽ പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇതിന് പഞ്ചായത്ത് നല്ലൊരു നടപടി എടുക്കുക, നല്ലതായിട്ട് സ്വീകരിക്കുക, ഇത്ര തന്നെ പറയാനും. സംഭവം അത് റോഡിൽ നിന്നിട്ട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റുള്ളൂ. ഇത് സ്വീകരിക്കണം, നല്ലൊരു നടപടി എടുക്കണം. എന്താ പറയുക, ആ നായ്ക്കളും ശല്യം തന്നെ, ഈ കാളകളും ശല്യം തന്നെ. അപ്പോൾ ഈ കുട്ടികളോ 2 വീലറോ വരുമ്പോൾ ആ 2 വീലറിനൊക്കെ ഇടിച്ച് മറിച്ചിട്ടു. ആൾക്കാർ വന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഈ കാളകളൊക്കെ പോയത്. അല്ല എന്ന് പറഞ്ഞാൽ പോവില്ല. ഓട്ടോറിക്ഷയും തട്ടി ഒരുപാട് ഇവിടെ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ന്യൂസ് ഡെസ്ക് CCV.